ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ ഞാനിന്ന് കുറച്ച് ടോയ്സ് കാണിക്കാനാട്ടോ വന്നത്. ടോയ്സ് കാണിക്കാനെന്ന് പറഞ്ഞാലേ ഞങ്ങളിന്നൊരു ടോയ് ഷോപ്പിൽ പോയി. അപ്പോൾ അവിടെ നിന്ന് നല്ല വിലക്കുറവിൽ ഞങ്ങൾക്ക് കുറച്ച് ടോയ്സ് കിട്ടി കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം, ആ ഷോപ്പും ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ബാംഗ്ലൂർ ഇനി വരികയാണെങ്കിൽ ടോയ്സ് വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ പോയി കളക്ട് ചെയ്യുന്നത് ഒരുപാട് നല്ലതായിരിക്കും. കാരണം നമ്മുടെ ഈ പിള്ളേരൊക്കെ ടോയ്സ് വാങ്ങിക്കും, ഇത് സൂക്ഷിച്ചെടുത്ത് വയ്ക്കുകയല്ലല്ലോ ചെയ്യുന്നത്. അവർ കളിക്കും, അത് പൊട്ടിപ്പോവും. ചില പിള്ളേർ എറിഞ്ഞു പൊട്ടിക്കും. ഇവിടെ ഉള്ളവരൊക്കെ അങ്ങനെയാണ്, എറിഞ്ഞു പൊട്ടിക്കും, കളിച്ച് അത് നശിപ്പിക്കും. അപ്പോൾ ഇത് ഒരുപാട് വിലയുള്ള ടോയ്സ് വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ചെറിയ വിലയുടെ ടോയ്സൊക്കെ വാങ്ങിക്കൊടുത്താൽ അവരിപ്പോൾ കുറച്ച് കളിച്ച് ഒരു 2-3 ദിവസം കളിച്ച് കഴിയുമ്പോൾ തന്നെ അത് ഏകദേശം അവർ തീരുമാനമാക്കും. അപ്പോഴും നമുക്ക് ഓക്കെ ഫൈൻ, കുഴപ്പമില്ലാന്ന് തോന്നും. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു ഷോപ്പിനെ പറ്റിയുള്ള റെഫറൻസ് കിട്ടി. എന്നാൽ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് പോയി നോക്കിയതാട്ടോ. അപ്പോൾ അങ്ങനെ പോയി നോക്കിയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് മോൺസ്റ്റർ ട്രക്ക്. ഇപ്പോൾ പിള്ളേർക്കൊക്കെ ഇഷ്ടമുള്ളൊരു ട്രക്കാണല്ലോ ഇത്. അപ്പോൾ ഇതിന് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ബാക്കിൽ ഇത് വെള്ളം ഒഴിക്കാനുള്ള ടാങ്കാട്ടോ. ചെറിയൊരു ടാങ്കാണ്, കുറച്ച് വെള്ളമേ കൊള്ളുള്ളൂ. അപ്പോൾ ഇതിലൂടെ നമുക്ക് വേപ്പേഴ്സ് വരും, നല്ല പുക വരും. അപ്പോൾ പിള്ളേർക്കൊക്കെ ഇത് നല്ല ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ്. റിമോട്ടിലൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഞെക്കിയാൽ കണ്ടില്ലേ, ആ വെള്ളം തീരുന്ന വരെ വരും. നമ്മൾ ഒന്നും കൂടെ പ്രസ് ചെയ്താലേ അത് സ്റ്റോപ്പ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ വാങ്ങിയേ. ഇത് നമ്മൾ ഓൺലൈനിൽ നോക്കിയ സമയത്തേ ഇതിന് നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പല സൈറ്റിലും ഇങ്ങനെ നോക്കിയ സമയത്ത് നല്ല റേറ്റ് കാണിച്ചു. അപ്പോൾ വിചാരിച്ചെന്നാൽ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ അവിടെ ഒരുപാട് ടൈപ്സ് ഉണ്ടായിരുന്നു, എല്ലാത്തിനും റേറ്റ് കുറവായിരുന്നു കേട്ടോ. ഓൺലൈനിൽ 4000-5000 ഒക്കെ കാണിച്ചതിന് നേരെ പകുതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന റേറ്റ്. പിന്നെ ഇത് നമ്മൾ എത്രയ്ക്കാണ് വാങ്ങിയതെന്ന് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ട്. അതുപോലെ അവിടെ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ ഇവിടെ ചെറിയ ആക്കേ ഇങ്ങനത്തെ ട്രക്കുകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം അവന് ട്രക്കുകൾ വാങ്ങിച്ചു കൊടുക്കുന്ന എല്ലാം പൊട്ടിക്കും. ഇത് 2 ദിവസം കൊണ്ട് തന്നെ ആളത് ശരിയാക്കും. അവനിഷ്ടമുള്ള വേറെ ഒന്നും കൂടിയാണ് ഗാർബേജ് ട്രക്ക്, കണ്ടില്ലേ. അപ്പോൾ അവൻ്റെ ആഗ്രഹം സാധിക്കുകയും ചെയ്തു. എന്നാൽ നമുക്കും ഓക്കെയാണ് പ്രൈസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസുകൾ ഞാൻ ഈ വീഡിയോയിൽ ഈ ടോയ്സൊക്കെ ഓപ്പൺ ചെയ്യുന്ന അൺബോക്സ് ചെയ്യുന്ന ഒരു ഭാഗം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പ്രൈസൊക്കെ എത്രയാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ബാംഗ്ലൂർ വരുന്ന സമയത്ത് ടോയ്സ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു കടയിൽ പോയി നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ലാസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുനോക്കൂ. ടോയ്സ് മാത്രമുള്ള ഷോപ്പ്, എല്ലാവിധ ടോയ്സും ഉണ്ട് കേട്ടോ, ഒന്നും ഇല്ലാത്തില്ല, എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുനോക്കൂ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ എത്ര കളക്ഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടുനോക്കണേ. ഓക്കെ.
അപ്പോൾ ഇത്തുവിൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ വാങ്ങിയ ഗിഫ്റ്റുകളാണ് ഇതൊക്കെ. ഇത്തുവിനിലെ ഇത്തു ഇതെന്താ ഇത്തു പറയ്. ആ ട്രെയിനാണിത്. ഇതെന്താ കാറുകളുണ്ടല്ലേ, വണ്ടികളുണ്ടല്ലേ ഇത്തൂന്. ഇതാ കാറുകൾ. എത്ര കാറാ കൗണ്ട് ചെയ്യാൻ പറ്റും ഇവൂനത്? എത്ര കാറുണ്ട്? ഇത് ഇവൂൻ്റെയാണോ? ആ ഇത് ഇവൂന് കൊടുക്കാം അല്ലേ. ഇതോ ഇത് ഇത്തു. ഇത് എന്ത് വണ്ടി ഇത്തു? ഇത് കോൺക്രീറ്റ് വണ്ടി അല്ല, ഇത് ട്രക്കല്ലേ. ഇതെന്താ ഗ്യാസ് ട്രക്കാണ് കേട്ടോ. ഇതെന്താ ഇത് ഇത്തുന്റെ ഫേവറേറ്റ് അല്ലേ, ഗാർബേജ് ട്രക്കാണത്. വാവ്, നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അതാണ് ഓപ്പൺ ചെയ്യേണ്ട ആദ്യം. ഇത്തുനെന്താ ഈ ട്രെയിനില് ഇതുണ്ടോ ഏട്ടാ? ബാറ്ററി ഇട്ടിട്ടുണ്ടോ? എല്ലാത്തിലും ബാറ്ററി ഇട്ടുണ്ട്. എന്നാ നമുക്ക് ട്രെയിൻ ഓടിക്കാം അല്ലേ ഫസ്റ്റ് ഇത്തു. ഇതൊക്കെ നമുക്ക് ഇവിടേക്ക് വെക്കാം. അപ്പം ഞങ്ങളിപ്പോൾ ഇത്രയും സാധനങ്ങൾ വാങ്ങിയതേ ഞാൻ കാണിച്ച ആ ഷോപ്പിൽ നിന്നാണ് കേട്ടോ. അല്ല ഇത്തു നമ്മൾ ഷോപ്പിൽ പോയില്ലേ, ടോയ് ഷോപ്പിൽ. വെയിറ്റ് വലിച്ച് കീറല്ലേ. ട്രാക്ക് വെക്കണ്ടേ ട്രെയിൻ ഓടിക്കണമെങ്കിൽ? ആദ്യം ട്രാക്ക് ഉണ്ടാക്കട്ടെ, എന്നിട്ടല്ലേ ട്രെയിൻ എടുക്കുക. എത്തു ആദ്യം നമുക്ക് ട്രാക്ക് ഉണ്ടാക്കാം. എത്തോ ഇതുന്റെ ഫേവറേറ്റ് അല്ലേ ഇത്തു ട്രെയിന്. ഇതാ ട്രാക്ക് റെഡി. ഓ നമുക്ക് കണക്ട് ചെയ്യാം. നമുക്ക് ഓ വെയിറ്റ് ട്രെയിൻ വെക്കട്ടെ. മാറി കൈ മാറ്റ. ഇത്തിന്റെ ട്രെയിൻ ലൈറ്റ് ഇല്ല അല്ലേ ട്രെയിനിൽ? ഇത്തു ലൈറ്റ് ഉണ്ടോ? മ്യൂസിക്കേ ഉള്ളൂ അല്ലേ? അല്ല ഇത് തോമസ് ട്രെയിൻ അല്ല. അത് ഇത്തുവിന്റെ ട്രെയിനാ. സോ മെനി എൻജിൻസ് ഉണ്ട്. ആണോ ഇത്തു? അതാണ് ഉദ്ദേശിച്ചത്. മതിയായില്ല? ഓഫാക്കട്ടെ. നമുക്ക് അടുത്ത ടോയ് എടുത്തു നോക്കാം. ഇതിവിടെ സൈഡിൽ ഓടിക്കോട്ടെ കേട്ടോ. നെക്സ്റ്റ് ഏതാ വേണ്ടേ? ഗാർബേജ് ട്രക്കാണ് നെക്സ്റ്റ് വേണ്ടത്. ഗാർബേജ് ട്രക്ക് എടുക്കാല്ലേ? അല്ലേ ഗാർബേജ് വിടടാ. അപ്പൊ ഇനി കടലാസുകൾ അതിൽ പ്രതീക്ഷിക്കാം. ഇനി ഏത് വണ്ടിയാ? എൻ്റെ ഏട്ടനും കൂടെ വേണമായിരുന്നു ഇത്തു. ഏട്ടൻ ഇപ്പൊ സ്കൂളിൽ നിന്ന് വന്നില്ലല്ലോ. അതില് സോമനി കാസ് ഇടണോ? അത് ഗാർബേജ് അല്ലേ ഇടുക? ഗാർബേജ് ട്രക്കില് കാറല്ലല്ലോ ഇടുക ഇത്തോ. ഒന്നുമില്ല.
ഞങ്ങൾക്കതാ കാർബേ ട്രക്കിൻ്റെ ഉള്ളിൽ പോകണു. അല്ലേ ഈ ഗാർബേ ട്രക്കിന് എത്ര രൂപയേട്ടാ? ഈ ഗാർബേ ട്രക്കിന് 100 രൂപയുള്ളൂ? സീരിയസ്ലി? അപ്പൊ കണ്ടോ എല്ലാവരും അല്ലേ, ഇത്തുവിന്റെ ഗാർബേ ട്രക്ക് വളരെ ചീപ്പായ റേറ്റിലാട്ടോ ഞങ്ങൾ ഇതൊക്കെ വാങ്ങിച്ചേ. ഈ ഓടുന്ന ട്രെയിനിന് 200 രൂപയാണ് കേട്ടോ ആയത്. അതുപോലെ ഈ ഗാർബേ ട്രക്കിന് 100 രൂപ. ഇതാ ഒരു കാറിന്റെ സെറ്റ് ഫുള്ള് കാണിച്ചില്ലേ, അതിന് 100 രൂപ. അപ്പോൾ ഇതൊക്കെ 2-3 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ പൊട്ടിക്കാനുള്ളതാണ്. അപ്പോൾ അതിന് നമ്മളിപ്പോൾ ആ റേറ്റിലുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുകയല്ലേ നല്ലത്. ഒരുപാട് വിലയുള്ള വാങ്ങിക്കൊടുത്ത് നമ്മൾ ഈ പൊട്ടിച്ച് കളയുന്ന കാണുമ്പോൾ ഉള്ള ഒരു പ്രയാസം നമുക്ക് അതിൽ നിന്ന് ഒഴിവായി കിട്ടും. അല്ലേ ഇത്തു? ഇതൊന്നും കേട് വരുത്തരുത് കേട്ടോ ഇത്തു. ഒക്കെ എടുത്ത് വെക്കണേ കളിച്ചിട്ട് കേട്ടോ. ഇപ്പം തന്നെ ഈ കാറുകളൊക്കെ തീരുമാനമാവും എന്നാണ് തോന്നുന്നത്. ഇത്തു ഈ ഇതിന് എത്രയാ ചേട്ടാ? എന്താ പറയുക, ഈ CNG ഗ്യാസിൻ്റെ CNG ഗ്യാസ് ഇതിന് 100 രൂപ. അത് ശരി, ഇതാ കണ്ടില്ലേ. അപ്പോൾ ഇതിന് 100 രൂപ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നഷ്ടമല്ല. ഇതാ ഈ മോൺസ്റ്റർ ട്രക്കിന് എത്രയാ ചേട്ടാ? ആ പിന്നെ ഈ റേറ്റ് ഉള്ള ഒരു സാധനം വാങ്ങിയത് ഇതാ അത്യാവശ്യം. പക്ഷെ ഓക്കെ, അപ്പോൾ ഇതിനാണ് അത്യാവശ്യം റേറ്റ് ആയത്. ഇതിന് 700 രൂപയായി ഈ ഒരു കാറിന്. പക്ഷേ നമ്മൾ പുറമേ നിന്ന് വാങ്ങുമ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലിയ റേറ്റായിട്ട് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് കാണിച്ചു തരാം. ഇത് ഇവാന് വേണ്ടിയിട്ട് ഞങ്ങൾ വാങ്ങിച്ചതാണ്. ഞങ്ങളിത് പറയുമ്പോൾ 2 ആൾക്കും കൂടെ വേണ്ടിയിട്ടെന്നേ പറയുള്ളൂ, ഇല്ലെങ്കിൽ ഇവിടെ അടിയായിരിക്കും കേട്ടോ. ഇതിലുള്ള ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററിയാണ്. പക്ഷേ ഇതിലുള്ള ബാറ്ററി നമ്മളെ സാധാ ബാറ്ററിയാണ് കേട്ടോ. ഒരു മിനിറ്റ് പോകുന്നു. ഇത്തോ കാണിച്ചു കൊടുക്കട്ടെ ഇത്തോ പ്ലീസ്. പോവാൻ ഓണാക്കണ്ടേ? തരാം ഒരു മിനിറ്റ്. അമ്മ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. അമ്മേൻ്റെ ഫ്രണ്ട്സിനൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇത്തുവിനെ പോലെ ആർക്കെങ്കിലും വാങ്ങിക്കൊടുക്കണമെങ്കിൽ വാങ്ങിക്കൊടുക്കണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ബാക്കിലെ ടാങ്കിൽ നമുക്ക് വെള്ളം നിറയ്ക്കാം. ഒരുപാട് വെള്ളമില്ല, ഇതാ ഈ ഒരു ഇതിൽ കൊള്ളുന്ന അത്ര വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ അതിൽ വെള്ളം ഓൾറെഡി ഉണ്ട്. അവർ ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് തന്നത്. അപ്പോൾ ഇതിൽ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ എവിടെ നമ്മുടെ കാണിച്ചു തരാം. എന്താ കേട്ടോ വർക്ക് ചെയ്യാത്തത്? കണ്ടില്ലേ? അതുപോലെ അവിടുന്ന് വേറൊരു പിള്ളേർക്ക് കളിക്കാൻ കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് കളിക്കാൻ പറ്റുന്ന ടൈപ്പ് ബ്ലോക്സ് ആണ് കേട്ടോ ഇതിൻ്റെ പേര് ടംബിൾ ടവർ എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു തരാം. ഓപ്പൺ ചെയ്യുന്നില്ല. ഇത് ഓപ്പൺ ചെയ്താൽ പിന്നെ അറേഞ്ച് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇത് നമ്പേഴ്സാണ്. നമ്പർ ബ്ലോക്സുകൾ നമ്മൾ എടുത്ത് കളിക്കുന്ന ഒരു ഗെയിമാണ് കേട്ടോ. ഇതിന് എത്രയാ ചേട്ടാ? 320യോ? ഇതിന് 320 രൂപ. 320 റുപ്പീസ്. നല്ലൊരു ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയതും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ ഇത്രയും കാണിച്ച സാധനങ്ങളാട്ടോ ഞങ്ങൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തത്. അതിൽ 2 സാധനങ്ങൾ ഞാൻ മാറ്റി വെച്ചു. എല്ലാം കൂടെ ഒന്നിച്ച് കാണിച്ചു കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ബാംഗ്ലൂർ വരുമ്പോൾ ടോയ്സ് വാങ്ങാൻ വേണ്ടി വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ അത് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും.